മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് NCP പിന്നോട്ട്. മന്ത്രിമാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് അധ്യക്ഷൻ PC ചാക്കോ. മുഖ്യമന്ത്രിയുടെ തീരുമാനം NCP അനുസരിക്കുമെന്നും PC ചാക്കോ പറഞ്ഞു. ആ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അവസാന തീരുമാനമായിരിക്കും. ഞങ്ങളുടെ പാർട്ടി ഒരു കാര്യം അഭിപ്രായം അറിയിച്ചാൽ ആ അഭിപ്രായം നടപ്പാകേണ്ടതാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇനിയും ഒരു വർഷം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ആലോചിക്കാറുണ്ട്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ വെച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അവസാനത്തെ തീരുമാനമായിരിക്കും. അത് NCPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയായി പ്രവർത്തിച്ച് ശക്തിപ്പെടുക, സ്വയം ശക്തിപ്പെടുക, ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ ഐക്യകണ്ഠേന എടുത്തത്. ഇത് ഞങ്ങളുടെ കോമൺ ഡിസിഷൻ. അതിൻ്റെ എല്ലാ സ്പിരിറ്റിലും ഞങ്ങൾ യോജിച്ചെടുത്തൊരു തീരുമാനമാണ്. ഇടതുമുന്നണിയുടെ കെട്ടുറുപ്പിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നും NCP ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കുമെന്നും PC ചാക്കോ നേതൃയോഗത്തിന് ശേഷം പറഞ്ഞു. വിവരങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ദീർഘനാളായുള്ള ആവശ്യം ആയിരുന്നു മന്ത്രിമാറ്റം എന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ NCP നേതൃത്വം ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നത്? ഇത് പാർട്ടി പൂർണ്ണമായ ഐക്യത്തോടു കൂടി തന്നെ എടുക്കുന്ന ഒരു തീരുമാനമായി വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷ്, നിലവിൽ NCPയുടെ ഒരു സാഹചര്യം ആ രീതിയിലുള്ളതാണ്. കാരണം ആ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ ആശ്രയിച്ച് തന്നെയാണ് NCPയുടെ മുന്നോട്ടുള്ള പോക്ക്. കാരണം LDF വിട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി ധിക്കരിക്കുകയാണെങ്കിൽ LDF വിട്ട പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ നിലവിലത്തെ ഒരു സാഹചര്യങ്ങളൊന്നും തന്നെയും അത്തരം ഒരു അനുകൂല സാഹചര്യങ്ങളൊന്നും തന്നെയല്ല. അതുകൊണ്ട് പാർട്ടിയുടെ ഒരു തീരുമാനം മന്ത്രി മാറ്റം വേണമെന്നാണ്. അങ്ങനെ ഒരു തീരുമാനം ദേശീയ തലത്തിൽ തന്നെ അവർ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ തീരുമാനം മുഖ്യമന്ത്രിയെ അവർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അത് അവർക്ക് അംഗീകരിച്ച് കഴിയൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. മറ്റ് ഒരു പാർട്ടിയുടെയും ഒരവസ്ഥ ഇതല്ലല്ലോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ പോലും അവർ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് PC ചാക്കോ ചെയ്യുന്നത്. നിലവിൽ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് LDFന്റെ കെട്ടുറപ്പിനാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു തർക്കത്തിലേക്ക് LDFിലേക്ക് പോവുകയാണെങ്കിൽ അത് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നൊരു വാദമാണ് PC ചാക്കോ ഉന്നയിക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. അതുകൊണ്ട് തങ്ങൾ ഈ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് NCPയുടെ മന്ത്രി മാറ്റം എന്നുള്ള പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും NCPയുടെ തീരുമാനം എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും അവിടെ ഡാനി, ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി നമുക്കറിയാം. തോമസ് കെ തോമസ് മന്ത്രി ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് പാർട്ടിയിലും രണ്ട് വിഭാഗമായി, അതായത് ശശീന്ദ്രൻ വിഭാഗവും തോമസ് കെ തോമസ് വിഭാഗവും എന്ന നിലയിൽ പാർട്ടിക്കിടയിൽ രണ്ടായി പിളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ തോമസ് കെ തോമസ് വിഭാഗം ഇതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ? ഒപ്പം കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുത്തേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നല്ലോ. നിലവിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇത്തരം ഒരു ചർച്ച, അതായത് കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നത് അങ്ങനെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടതുമുന്നണിയിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആരും ആരുടെ സീറ്റും ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം ഒരു പലരും അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നതാണ് PC ചാക്കോ പറയുന്നത്. പക്ഷെ ഇതിനിടയിലും നമ്മൾ അറിയേണ്ടത് തോമസ് കെ തോമസ് എന്ത് പറയുന്നു എന്നതാണ്. ഇന്ന് തോമസ് കെ തോമസ് യോഗം അവസാനിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കാതെയാണ് തോമസ് കെ തോമസ് മടങ്ങുകയും ചെയ്തത്. ഇതിലൊരു പ്രതികരണം തോമസ് കെ തോമസിന് വന്നിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത് പാർട്ടി തലത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു, അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് താനും കാത്തിരിക്കുന്നത് എന്നാണ് തോമസ് കെ തോമസും പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും PC ചാക്കോയും പറയുന്നതും ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു, അതായത് NCPയിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അവസാന വാക്ക് എന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്ത് പറയുന്നു എന്നതാണ് NCPയിലെ ഇനി NCPയിൽ PC ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും പ്രതികരണങ്ങൾക്ക് മുന്നിലുള്ളത്. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്.
ഏതായാലും അതിന് വൈകാതെ വൈകുമോ എന്നത് ചോദിച്ചപ്പോൾ പി സി ചാക്കോ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഒട്ടനവധിയായ കാര്യങ്ങൾ തിരക്കുണ്ട്. അത്തരം കാര്യങ്ങളുടെ തിരക്ക് മാറിയതിനു ശേഷം അദ്ദേഹം ഈ കാര്യങ്ങളിലേക്ക് വന്നേക്കാം എന്നതാണ് പറയുന്നത്. അതായത് അടുത്തെങ്ങും ഈ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. തോമസ് മന്ത്രിയാകും എന്ന കാര്യങ്ങളിലെ അത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ തീരുമാനം ഉണ്ടായില്ലെന്നും വന്നേക്കാം. അതാണ് നിലവിൽ NCPയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും അത് തന്നെയാണ്. അതിൽ തോമസ് ഇനി എന്ത് പറയുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രിമാറ്റം എന്ന ആവശ്യത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകുന്നു NCP എന്ന് തന്നെയാണ്. NCP യോഗത്തിന് ശേഷം പി സി ചാക്കോയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. NCP ഇടതുമുന്നണിയിൽ തന്നെ തുടരുക തന്നെ ചെയ്യും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി, അതായത് ഇനി ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ അധിക സമയമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്നത് അന്തിമ തീരുമാനമായി എടുക്കും പാർട്ടി എന്നുകൂടിയാണ് പറഞ്ഞത്.